പ്രണവ് മോഹൻലാലൊക്കെ അതിനൊരു ഉത്തമ ഉദാഹരണങ്ങളാണ്. അദ്ദേഹം വളരെ സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് ഒരു കലാകാരന്മാർക്കൊക്കെ ഒരു വലിയ മാതൃക നൽകി കൊടുക്കുന്നു. എനിക്കെല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ല, ആ ഒരു തിരിച്ചറിവ് ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിനൊക്കെ ഉണ്ടാകുന്നത് ഉണ്ണി മുകുന്ദനും നിവിൻ പോളിയും ഒക്കെ മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒക്കെ കണ്ടു പഠിക്കണം. ഇതായിരുന്നു എൻ്റെ ചിന്ത. അതായത് ഉണ്ണിമുകുന്ദൻ തെറ്റുകൾ നേരത്തെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹം മർദ്ദിച്ചില്ല എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന അദ്ദേഹം കൂടുതൽ മെച്വേർഡ് ആയി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഡിസിപ്ലിനും എക്സസൈസും ഒക്കെ ഉണ്ടായതിൻ്റെ ഒരു മെച്ചമാണത്. നമ്മൾ ഇന്ന് ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഒരു അയർലൻഡിലെ ഒരു പുരാതനമായ ഒരു പള്ളിയുടെ മുമ്പിലാണ്. ശരിക്കും ആത്മീയതയും ഡിസിപ്ലിനും ഒക്കെ ഏതൊരു കലാകാരനും അല്ലെങ്കിൽ ഏത് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്കും വളരെയധികം ആവശ്യമാണ് എന്നുള്ളത് ശരിക്കും ഞാൻ ഈ സംസാരിക്കുന്ന അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെടുന്നു. അപ്പോൾ ഈ പള്ളിയൊക്കെ ജസ്റ്റ് അതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് കണ്ടുകൊണ്ട് തന്നെ കലാകാരന്മാർക്ക് ഡിസിപ്ലിൻ ഉണ്ടാകേണ്ട ആവശ്യകത എന്നതിനെ പറ്റി തന്നെ നമുക്ക് നല്ലതായിട്ടൊന്ന് ചർച്ച ചെയ്യാം. കലാകാരന്മാരിൽ ഏറ്റവും മാതൃകയാക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ശ്രീ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മോഹൻലാലിനെ തന്നെയാണ്. അദ്ദേഹമാണ് പിന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിലനിൽക്കുന്ന സൂപ്പർ സ്റ്റാർ. ആ ഒരു ആത്മീയത, ആ ഒരു ഡിസിപ്ലിൻ, സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയത്ത് എത്തുന്ന ഡിസിപ്ലിൻ, ചെറുപ്പക്കാർ പോലും മടിക്കുന്ന പല സാഹചര്യങ്ങളിലും എടുക്കുന്ന, ഇപ്പൊ വിക്കറ്റിന്റെ ഒരു ടീം ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ പോലും അദ്ദേഹം ആ ഒരു പ്രായത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ചലഞ്ച്, അത് ആത്മീയ ശക്തിയുടെ ഒരു വലിയ ഉദാഹരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വളർന്നു വരുന്ന പല വളരെ കഴിവുള്ള ശ്രീനാഥ് ഫാസി, ഷൈൻ ടോം ചാക്കോ, ഇതുപോലെയുള്ള പല ചെറുപ്പക്കാരും അവരൊക്കെ കൂടുതൽ എന്താ പറയുക, ഒരു യങ് ബോയ്സ് എന്നുള്ള ഒരു നിലയിൽ ഇവരെ ഇതുപോലെയുള്ള സൂപ്പർ സ്റ്റാർസിനെ, ഇവൻ മമ്മൂട്ടി, സുരേഷ് ഗോപി, മോഹൻലാൽ, ആ ഒരു 3 സൂപ്പർ സ്റ്റാർസിനെ വളരെ കാര്യങ്ങൾക്ക് മാതൃകയാവേണ്ടതാണ്. സമൂഹത്തിന് വേണ്ടി അവർ ചെയ്യുന്ന സേവനങ്ങളാവട്ടെ, അവരുടെ ചിട്ടയായ ജീവിതമാവട്ടെ, റെഗുലറായിട്ടുള്ള വ്യായാമം, ഇതൊക്കെ തീർച്ചയായിട്ടും ഇവരൊക്കെ മാതൃകയാക്കേണ്ടവരാണ്. ഉണ്ണി മുകുന്ദനും നിവിൻ പോളിയും ഒക്കെ മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒക്കെ കണ്ടു പഠിക്കണം. ഇതായിരുന്നു എൻ്റെ ചിന്ത. അതായത് ഉണ്ണിമുകുന്ദൻ സ്വന്തം മാനേജരെ അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ പ്രൊമോഷനൊക്കെ ചെയ്തിരുന്ന ആളെ ആക്രമിച്ചു അല്ലെങ്കിൽ മർദ്ദിച്ചു എന്നുള്ള വാർത്ത കേട്ട ഉടൻ ഇതായിരുന്നു എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന ചിന്ത. എന്നാൽ പിന്നീട് മനസ്സിലായി അത് മാനേജറുടെ ചില കുബുദ്ധി മൂലം ഉണ്ടായ ചില പ്രശ്നങ്ങളൊക്കെയാണ്, അദ്ദേഹം മർദ്ദിച്ചിട്ടില്ല എന്നൊക്കെ മനസ്സിലായി. അതായത് ഉണ്ണിമുകുന്ദന്റെ ഭാഗത്ത് സംഭവിച്ചത് അദ്ദേഹം എങ്ങനെ അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവറായി. അദ്ദേഹത്തിന്റെ ഒരു ഡിസിപ്ലിനുള്ള ലൈഫ്, അദ്ദേഹം തന്നെ പറയാറുണ്ട്, രാവിലെ 5 മണിക്ക് എത്ര താമസിച്ച് കിടന്നാലും 5 മണിക്ക് എഴുന്നേറ്റ് വർക്കൗട്ടൊക്കെ ചെയ്ത് ആണ് അദ്ദേഹം ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസിപ്ലിൻ അദ്ദേഹത്തെ സഹായിച്ചു ഇത്തവണ എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന് ഇതിനു മുമ്പും ചില മർദ്ദന പരാതികളൊക്കെ അപൂർവമായി നമ്മൾ കേട്ട്, അങ്ങനെയുള്ള ചില തെറ്റുകൾ നേരത്തെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹം മർദ്ദിച്ചില്ല എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന അദ്ദേഹം കൂടുതൽ മെച്വേർഡ് ആയി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഡിസിപ്ലിനും എക്സസൈസും ഒക്കെ ഉണ്ടായതിൻ്റെ ഒരു മെച്ചമാണത്. കൈവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും കൈവെക്കാതെ പോയത് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു നേട്ടമാണ്. കൈവച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ വിഷയം മലക്കം മറിഞ്ഞേനെ, ഒരുപാട് ആരാധകർ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയേനെ, അദ്ദേഹത്തിനെതിരായിട്ട് തിരിഞ്ഞേനെ, കേസ് വന്നേനെ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്നേനെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഡിസിപ്ലിൻ മൂലം അദ്ദേഹത്തിന് മെച്യൂരിറ്റി കൂടുന്നു എന്നതാണ് ഈ വിഷയത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടത്. കുറേ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് മലയാള സിനിമയ്ക്ക്. അതായത് കലാഭവൻ മണി, നരേന്ദ്രപ്രസാദ്, ശ്രീ മുരളി, വളരെ വളരെ അധികം കഴിവുള്ള കലാകാരന്മാരായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ലാത്തത് വഴി, അമിതമായ മദ്യപാനം, ഇതുപോലെയുള്ള കാരണങ്ങളാൽ അവർ നേരത്തെ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇങ്ങനെ പറയാനായിട്ട് ഒരുപാട് പേര് കാണും. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന താരങ്ങളെ മാത്രമാണ് ഞാൻ പറയുന്നത്. ജീവിതത്തിൽ പെട്ടെന്ന് അവർക്ക് അസ്തമിക്കേണ്ടി വന്നു. അവരുണ്ടാക്കിയ പണവും സൗഭാഗ്യങ്ങളും ഒക്കെ കൂടുതൽ ജീവിതത്തിൽ ആസ്വദിക്കുവാനും അവരെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് അവരുടെ കഴിവുകൾ കൂടുതൽ പകർന്നു നൽകുവാനും ഒക്കെ കഴിയാതെ അവർ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു എന്നുള്ളത് വളരെ
വിഷമകരമായിട്ടുള്ള ഒരു സത്യമാണ്. നമ്മുടെ കലാകാരന്മാരാവട്ടെ, നമ്മൾ ഫാമിലി ലൈഫ് നയിക്കുന്നവരാവട്ടെ, ചെറുപ്പക്കാരാവട്ടെ, ശരിക്കും റെഗുലർ എക്സസൈസ് അത് നമ്മുടെ ആ ഒരു ബ്രെയിനിൻ്റെ ആ ഒരു ഓക്സിജൻ സപ്ലൈ ഒക്കെ കൂടുതലാക്കുകയും നമ്മുടെ ഒരു എനർജി നിലനിർത്താൻ സഹായിക്കുന്നു. കലാകാരന്മാർക്ക് ശരിക്കും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം അല്ലെങ്കിൽ സന്തോഷം ആവശ്യമാണത്, എങ്കിലേ അവർക്ക് ശരിയായിട്ട് അഭിനയിക്കാൻ കഴിയൂ. അതുപോലെ ഫാമിലി ലൈഫ് ജീവിക്കുന്നവർക്കും എല്ലാവർക്കും തന്നെ സന്തോഷം ആവശ്യമാണ്, എങ്കിലേ അവരുടെ ആ ഒരു ബെസ്റ്റ് അവർക്ക് പെർഫോം ചെയ്യുവാനായിട്ട് ലൈഫിൽ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ഒരു എക്സസൈസ് മാത്രം മതിയോ? പോരാ, നമുക്കൊരു ആത്മീയമായിട്ടുള്ള ഒരു ശക്തി കൂടി വേണം. ഓപ്പോസിറ്റ് വാല്യൂസ് ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. ഇത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ലൈഫിൽ. അപ്പോൾ അവിടെയും പതറിപ്പോവാതിരിക്കാനായിട്ടൊരു ലൈഫ് വിസ്ഡവും ആവശ്യമാണ്. അപ്പോൾ ആത്മീയതയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതും ഈ കലാകാരന്മാരെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും ഈ ഒരു വിഷയം ഒരു പുതിയ ചിന്തയുടേതാവട്ടെ, അതുപോലെ നേച്ചർ വാക്ക്, അതുപോലെയൊക്കെ ഇതൊക്കെ ആത്മീയമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമ്മൾ പ്രകൃതിയിൽ നിന്നും കൂടുതൽ പഠിക്കുന്നു. പ്രണവ് മോഹൻലാലൊക്കെ അതിനൊരു ഉത്തമ ഉദാഹരണങ്ങളാണ്. അദ്ദേഹം വളരെ സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് ഒരു കലാകാരന്മാർക്കൊക്കെ ഒരു വലിയ മാതൃക നൽകി കൊടുക്കുന്നു. എനിക്കെല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ല, ആ ഒരു തിരിച്ചറിവ് ചെറു പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിനൊക്കെ ഉണ്ടാകുന്നത് ചെറുപ്പക്കാരൊക്കെ വളരെയധികം കണ്ടുപഠിക്കേണ്ടത് കൂടിയാണ്. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. കൂടുതൽ പോസിറ്റീവ് വിഷയങ്ങളുമായി, നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.